റംബൂട്ടാൻ പുളിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടി നമ്മളിപ്പം റംബൂട്ടാൻ ഒരു 10 റംബൂട്ടാൻ നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പം ഈ റംബൂട്ടാൻ എന്ന് പറഞ്ഞാൽ വരിക്ക റംബൂട്ടാനാണ്. അതായത് നമ്മൾ തൊലി പൊളിക്കുമ്പോൾ തൊലിയെന്നല്ല ഇതിൻ്റെ ഈ വെള്ള ഭാഗം കണ്ടോ, അത് പൊളിച്ചെടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് വിട്ട് വരും. അതാണ് വരിക്ക കേട്ടോ. കൂഴയെന്ന് പറഞ്ഞത് നമ്മുടെ ഇങ്ങനെ നമ്മൾ സ്റ്റിക്കി ആയിട്ടിരിക്കും, ഇങ്ങനെ വലിഞ്ഞിരിക്കും. അതാണ് മറ്റേ കൂഴ പോലത്തെ. അന്നേരം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഇപ്പം വരിക്കത്തേനാണ്. ചെറിയതായിട്ട് പുളിയേ ഉള്ളൂ. അപ്പം നമുക്കിത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ഒരു ചട്ടിയിലോട്ട് നമുക്ക് ഇതിട്ട് കൊടുക്കാം. എന്നിട്ടൊരു 3 പച്ചമുളകും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു സ്വല്പം വെള്ളവും ഒഴിച്ച് സ്വല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഒത്തിരി വേവൊന്നുമില്ല. ഇത് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അതുകൊണ്ട് നമുക്ക് ഉപ്പും കൂടെ